വാഹനത്തിൻ്റെ ടയർ അനങ്ങുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മുടെ ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2025 ഡ്രൈവിങ്ങിലെ റോഡ് ടെസ്റ്റ്, അതായത് നമ്മുടെ കാറിൻ്റെ റോഡ് ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 2024 ഡ്രൈവിംഗ് ടെസ്റ്റിൽ വന്ന മാറ്റങ്ങളും പരിഷ്കരണങ്ങളും ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പരിഷ്കരണങ്ങളുടെ തുടർച്ച ഇപ്പോൾ ഈ 2025 ഉണ്ട്. ഓക്കെ, വാഹന നിയമങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കർശനമായിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിലും ഒരുപാട് കാര്യങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ വാഹനം എടുക്കുന്ന ടൈമിലും നിർത്തുന്ന ടൈമിലും എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഏറെക്കുറെ നമ്മളിവിടെ നിന്ന് വാഹനം എടുക്കുന്നതിന്, അതായത് വാഹനത്തിനുള്ളിൽ കയറുന്നതിന് മുൻപ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. മുൻപ് തൊട്ടുള്ളത് തൊട്ട് നമ്മൾ വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു പോകാനായിട്ട് നോക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, സ്വന്തമായി വാഹനം ഡ്രൈവ് ചെയ്ത് പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. ഇനി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഓടിക്കൊണ്ടിരുന്നിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഓട്ടിക്കാൻ അറിയാവുന്നവർ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട്, കാരണം ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അതിലൊക്കെ കുറച്ച് മിസ്റ്റേക്കുകൾ വരുത്തുന്നതുകൊണ്ട് ഫെയിലാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും ഈ റോഡ് ടെസ്റ്റിൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഉറപ്പായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റോഡ് ടെസ്റ്റ് പാസ്സായിരിക്കും. ഓക്കെ, ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പാസ്സായിരിക്കും. അതുപോലെ തന്നെ ആദ്യമേ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഈ ഹാൻഡ് സിഗ്നലുകൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. വാഹനത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഹാൻഡ് സിഗ്നൽ പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലായാലും കണ്ടിട്ടുണ്ട്, ഇവിടെ ഹാൻഡ് സിഗ്നൽ ഇല്ല അങ്ങനെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഞങ്ങളിവിടെയൊക്കെ ഹാൻഡ് സിഗ്നൽ മസ്റ്റാണ്, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ചിലയിടങ്ങളിൽ അത് നോക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ നോക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഇപ്പോൾ AC ഒക്കെ ഇട്ട് പോവുകയാണ്, സ്വാഭാവികമായിട്ട് ഹാൻഡ് സിഗ്നൽ കാണിക്കാനുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല. ഓക്കെ, എങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മളിവിടെയൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും 5 ഹാൻഡ് സിഗ്നലുകളാണ് വരുന്നത്. വലത്തേക്ക്, ഇടത്തേക്ക്, സ്ലോ ഡൗൺ, സ്റ്റോപ്പ്, ഓവർടേക്ക്. ഓക്കെ, ഈ 5 ഹാൻഡ് സിഗ്നലാണ് വരുന്നത്. ഇതിൽ വലത്തേക്കുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ വലത് കൈ എന്ത് ചെയ്യുക, നേരെ നീട്ടി പിടിക്കുന്നതാണ്. നമ്മുടെ കൈയുടെ ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കുക, അത് ഈ ഒരു രീതിയിലാണ് പിടിക്കാറുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ്. ചിലരിങ്ങനെ കമഴ്ത്തി പിടിക്കുക, അതാ ഇങ്ങനെയൊക്കെ ഇടുക, കൈ ഇങ്ങനെ വയ്ക്കുക, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കാറുള്ളത്. കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക. നമ്മൾ ഈ ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഇൻഡിക്കേറ്റർ ഇടുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ നിർത്തുമ്പോഴും വാഹനം എടുക്കുമ്പോഴും ഒക്കെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവണം നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഇതാണ്. അതുപോലെ തന്നെ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ആണെങ്കിൽ നമ്മൾ ഇതിനെ ഫുൾ റൊട്ടേറ്റാണ്. കണ്ടോ, ഫുൾ റൊട്ടേറ്റാണ് നമ്മുടെ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ. പലപ്പോഴും 2 വീലറിലൊക്കെ പോകുന്നവർ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇടത്തെ കൈ എടുത്ത് ഇതുപോലെ വയ്ക്കും. അതല്ല, നമ്മുടെ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഈ ഒരു രീതി തന്നെയാണ് എന്ത് ചെയ്യുക, മുന്നോട്ട് കറക്കുക. 3 തവണയാണ് കറക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓവർടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫുള്ളിന് പകരം ഹാഫ് സർക്കിളാണ്. ഓവർടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിത് കാണിച്ചിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ളതല്ല. ഓക്കെ, നമ്മൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് ഓവർടേക്ക് ചെയ്യുവാനുള്ള സിഗ്നൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, പുറകിൽ നിന്ന് വരുന്നത്, ഇപ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ അതിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് ഇതേപോലെ ഹാഫ് സർക്കിളാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹാഫ് സർക്കിളിൻ്റെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഓവർടേക്കിംഗ് സിഗ്നൽ കാണിക്കുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഓവർടേക്കിംഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നതാണ് ഓവർടേക്ക്. പിന്നെ വാഹനം നിർത്തുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 സിഗ്നലാണ് സ്ലോ ഡൗണും സ്റ്റോപ്പ്. ഓക്കെ, സ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ കൈത കമഴ്ത്തിയാണ് പിടിക്കുന്നത്, മേലോട്ടും താഴോട്ടും ഇതുപോലെ ആക്കുക. ഓക്കെ, മേലോട്ടും താഴോട്ടും ആക്കുമ്പോൾ ഇതാണ് നമ്മുടെ സ്ലോ ഡൗൺ. ഓക്കെ, വാഹനം സ്ലോ ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ ഒരു സിഗ്നലാണ് കേട്ടോ, സ്ലോ ഡൗൺ. പിന്നെ സ്റ്റോപ്പ്, വാഹനം നിർത്തുന്നതിന് മുൻപ് കാണിക്കുന്നതാണ് സ്റ്റോപ്പ്. ഓക്കെ, ഈ 5 സിഗ്നൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഹാൻഡ് സിഗ്നലൊക്കെ നിങ്ങൾ കാണിച്ചപ്പോഴേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണമായിരിക്കും, ഇത് എന്തിനാണ് ഈ AC ഒക്കെ ഇട്ട് ഗ്ലാസും പൊക്കിയിട്ട് നമ്മൾ വണ്ടി ഓട്ടിക്കുമ്പോൾ എന്തിനാണ് ഈ ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നത്, പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ഈ പറഞ്ഞ ലൈറ്റുകൾ, ഇൻഡിക്കേറ്റർ ആയാലും മറ്റുമെല്ലാം എന്താണ്, ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ഇപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡാമേജ് പറ്റുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യം പ്രായമായ ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ് ഒക്കെ എടുത്ത ആൾക്കാർ പലരും ഇപ്പോഴും ഹാൻഡ് സിഗ്നലുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അവർ കാണിക്കുന്ന സിഗ്നൽ എന്താണ് എന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, തിരിച്ചറിയാനായിട്ട് പറ്റണം. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഹാൻഡ് സിഗ്നൽ പഠിച്ച് വെക്കണമെന്ന് തന്നെയാണ്. എന്തായാലും നിലവിലെ പരിഷ്കരണങ്ങളിലൊന്നും ഹാൻഡ് സിഗ്നൽ എടുത്ത് മാറ്റിയിട്ടില്ല. ഓക്കെ, ഒരിടത്തും എടുത്ത് മാറ്റിയിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കാറിൻ്റെ ബേസായിട്ടുള്ള കാര്യങ്ങൾ പോവാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, വാഹനത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ വാഹനത്തിൻ്റെ 4 സൈഡും ഒന്ന് നോക്കുക.
ഓക്കെ, നമ്മുടെ ടയറുകളും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ അടിയിൽ കല്ലോ മുൻവശമോ ഒക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. എന്ത് ചെയ്യുക, ജസ്റ്റ് 4 വശവും നോക്കുക. ഒന്നാമത്തെ കാര്യം 4 ടയറും ചെക്ക് ചെയ്യുക, എയറൊക്കെ ഉണ്ടോ, അതുപോലെ തന്നെ പഞ്ചറാണോ, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ തലേ ദിവസം കൊണ്ടിട്ട വാഹനം എന്തെങ്കിലും സൂചി പഞ്ചറൊക്കെ ആണെങ്കിൽ അപ്പോഴറിയില്ല, അടുത്ത ദിവസം എടുക്കുമ്പോൾ എന്തായിരിക്കും പഞ്ചറായിരിക്കും, വലിയ അപകടങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് 4 സൈഡ് വാഹനത്തിൻ്റെ 4 സൈഡും എന്ത് ചെയ്യുക, കറങ്ങി നോക്കുക. ഓക്കെ, അപ്പോൾ ഈ സൈഡ് 2 ടയർ എല്ലാം ഓക്കെയാണ്, അതിൻ്റെ അടിയിലൊന്നും വേറൊന്നുമില്ല. അതേപോലെ എന്ത് ചെയ്യുക, നമ്മുടെ അപ്പുറത്തെ സൈഡും എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, അപ്പുറത്തെ സൈഡ് നോക്കുക, വാഹനത്തിൻ്റെ പുറകിലും നോക്കുക. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ഇതിൻ്റെ അടിയിലൊക്കെ കയറി കിടന്നേക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ആദ്യം നോക്കുക. ഓക്കെ, വാഹനത്തിൻ്റെ പുറം വശം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിരീക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, കൃത്യമായി നമ്മുടെ ആ ഒരു ടയറിൻ്റെ ഫ്രണ്ട് ടയർ പൊസിഷനും കൂടെ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാഹനത്തിനുള്ളിൽ ഇരുന്ന് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡോർ തുറന്ന് വാഹനത്തിനുള്ളിൽ കയറുക. അപ്പോഴും ശ്രദ്ധിക്കുക, റോഡ് സൈഡിലുള്ള വാഹനമാണെങ്കിൽ കൃത്യമായിട്ട് നോക്കി തന്നെ എന്ത് ചെയ്യുക, കയറുക. ഓക്കെ, വാഹനത്തിനുള്ളിൽ കയറുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഡോർ തുറക്കുന്ന സമയത്തുള്ളൊരു അപകടം ഉണ്ടാവരുത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വാഹനത്തിനുള്ളിലേക്ക് കയറുകയാണ്. ഓക്കെ, ശേഷം ഡോർ അടച്ചു കേട്ടോ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കയറി പറഞ്ഞാൽ മിറർ നേരെ പിടിച്ചേക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ കാര്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ആദ്യം മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വ്യൂ മാറും. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ബ്രേക്കിലും ആക്സിലേറ്ററിനും ക്ലച്ചിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചവിട്ടി നോക്കുക, നമുക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക. കാരണം സീറ്റ് ഇരുന്നിട്ട് എത്തി ചവിട്ടാണ്ട ഒരു അവസ്ഥ വരരുത്. ഓക്കെ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിറർ, നമുക്ക് 3 മിററുണ്ട്, റൈറ്റ് ലെഫ്റ്റ്, പിന്നെ ആ ഈ മിഡിലുള്ള ഈ ഒരു മിറർ, ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ടെസ്റ്റിന് കയറുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ അടുത്തിരിക്കുന്ന സാറിനോട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ക്രമീകരിച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മിററെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റാണ്, മസ്റ്റാണ്, മറന്നു പോകരുത്. കൃത്യമായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, ഈ ഒരു ഒറ്റ കേസിൽ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നവർ പോലും ഈ ഒരു ഒറ്റ കേസിൽ ഫെയിലാവുന്ന കണ്ടിട്ടുണ്ട്, ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ചിന്തകൾ മാറുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇട്ടേനെ, അത് നിങ്ങൾ പഠിക്കുമ്പോഴേ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അറിയാമല്ലോ, ഈ ഒരു മേളിലത്തെ ഫോൺ വെച്ച് വലിക്കുക, നമ്മൾ ക്ലിപ്പ് ലൂസാവുന്നതാ, അതിനെന്ത് ചെയ്യുക, നമ്മുടെ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടുക. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. അങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഫെയിലായി പോവാം. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. ഇത്രയും നമ്മൾ ബേസായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി സ്റ്റാർട്ടിലേക്ക് പോകാം, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം. ആദ്യം ചവിട്ടേണ്ടത് ബ്രേക്കോ ക്ലച്ചോ. ഓക്കെ, പലപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. നിങ്ങൾ ആദ്യം ചവിട്ടേണ്ട സാധനം ബ്രേക്കാണ് കേട്ടോ. ആദ്യം ചവിട്ടേണ്ടത് ബ്രേക്കാണ്, ശേഷമാണ് ക്ലച്ച് ചവിട്ടേണ്ടത്. കാരണം ഇപ്പോൾ വാഹനം ഗിയറിലാണെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഫ്രീ ആവും. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒന്നും കറക്റ്റ് അല്ല എങ്കിൽ ചിലപ്പോൾ വണ്ടി ഉരുണ്ട് പോകും. കയറ്റമാക്കിലോ ഇറക്കമാക്കത്തിലൊക്കെ ആണെങ്കിൽ വാഹനം ഉരുണ്ട് പോകും. അതുകൊണ്ട് ആദ്യം ചവിട്ടേണ്ടത് ബ്രേക്കിലാണ്. പിന്നെ എയർ ബ്രേക്കൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ വാഹനം സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് കറക്റ്റായി ചവിട്ടാൻ പറ്റുള്ളൂ. എങ്കിലും അത്യാവശ്യം എന്താണ്, ആദ്യം നമ്മൾ ബ്രേക്ക് തന്നെ ചവിട്ടുക. ഓക്കെ, ബ്രേക്ക് കൃത്യമായിട്ട് ചവിട്ടുക, ശേഷം ക്ലച്ച് ഫുള്ള് ചവിട്ടുക. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഒറ്റയടിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് ഓണാക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു സൂചി ഒന്ന് ഓടി എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അതിന് ശേഷമുള്ളത് നമ്മുടെ ഗിയറാണ്. ഓക്കെ, ഗിയർ ഞാൻ ഇപ്പോഴേ ഹാൻഡ് ബ്രേക്ക് ഞാൻ ഇളക്കില്ല കേട്ടോ. ചിലർ ആദ്യമേ എന്ത് ചെയ്യാറുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഇളക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇളക്കാം, വേറെ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഹാൻഡ് ബ്രേക്ക് ഇളക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇതിലും കുറേ ഡൗട്ടുകൾ കുറച്ച് പേർക്ക് കാണും, ന്യൂട്രലാണെന്ന് എങ്ങനെ തിരിച്ചറിയാം, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇത് ചെയ്തിട്ട് വാഹനം എടുത്തുകൊണ്ട് പോയി ഫെയിലാവുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് ചെയ്തിട്ട് അടുത്ത് വാഹനം അനങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ വാഹനത്തിൻ്റെ ടയർ അനങ്ങുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മുടെ ഇൻഡിക്കേറ്ററാണ് കേട്ടോ. നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക. ഓക്കെ, ഹാൻഡ് സിഗ്നലിലൂടെ ഇപ്പോൾ കാണിച്ച് തന്നെ പോവുകയാണ് കേട്ടോ ഞാൻ. ഓക്കെ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, മിറർ കൃത്യമായിട്ട് നോക്കുക. അത് റൈറ്റ് സൈഡ് മാത്രമല്ല, റൈറ്റ് സൈഡ് നോക്കുക, മിഡിലുള്ള ഈ ഒരു മിറർ നോക്കുക, ലെഫ്റ്റ് സൈഡ് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു സാധനമുണ്ട് ബ്ലൈൻഡ് സ്പോട്ട്, നമ്മുടെ മിററിലൂടെ കാണാൻ പറ്റാത്ത ഭാഗം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് തിരിഞ്ഞുകൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ തിരിഞ്ഞു നോക്കി ഇനി എന്ത് ചെയ്യുക, നമുക്ക് വാഹനം പതിയെ എന്ത് ചെയ്യുക, എടുക്കാം. ഓക്കെ, ഇനി അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഹാൻഡ് സിഗ്നൽ ഞാൻ അതും കൂടെ കാണിച്ച് പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാൻഡ് സിഗ്നൽ കാണിച്ചു. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ട് എല്ലാം ചെക്ക് ചെയ്തു.
മിററെല്ലാം ചെക്ക് ചെയ്തു, മറ്റ് അപകടങ്ങളൊന്നുമില്ല. പതിയെ എന്ത് ചെയ്യാണ്, വാഹനം എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വാഹനം ഒന്ന് റണ്ണിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് സിഗ്നൽ മാറ്റാം. അതുപോലെ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്ററും കൃത്യമായിട്ട് ഓർമ്മിച്ച് ഓഫ് ചെയ്യുക. മിക്കവാറും സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യാറുണ്ട്, ഓഫ് ആവാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വാഹനം എടുത്ത് കൃത്യമായിട്ട് ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് വാഹനം ഓട്ടിക്കുക. ചിലപ്പോൾ കയറ്റം വാക്കിൽ വാഹനം നിർത്തിയിട്ട് എടുക്കാൻ പറയും, അപ്പോഴും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇടത് സൈഡൊക്കെ ചേർന്ന് തന്നെ മാക്സിമം ഓടിക്കുക. ചേർന്ന് അങ്ങ് ചേർന്ന് പോകണമെന്നല്ല, നമ്മുടെ ആ റോഡിൻ്റെ നടുവിലെ വരയില്ലേ, അപ്പോൾ ആ ഒരു വരയൊക്കെ കണക്കാക്കി തന്നെ എന്ത് ചെയ്യുക, വാഹനം ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ അധികം സ്പീഡ് കാണിക്കാതിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ സ്പീഡ് വേണ്ടാന്നല്ല, എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഒരു 4 ഗിയറെങ്കിലും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്ത് കാണിക്കണം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ ഓട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പാസ്സായി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ദൂരമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ലോട്ടുകളുടെ എണ്ണം കുറഞ്ഞത്. കാരണം ഒരു ദിവസം ടെസ്റ്റ് നടത്തുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്തു, കുറച്ചിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ കൂടുതൽ ദൂരം അവരെ വാഹനം ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വളവും തിരിവുകളും ഒക്കെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്ന ടൈമിൽ കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്യുക. വാഹനം ഓഫാകാനുള്ള ഒരു സാഹചര്യം എന്ത് ചെയ്യരുത്, സൃഷ്ടിക്കരുത്. പിന്നെ കൃത്യമായി നിങ്ങൾ റോഡ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൂടെ എന്ത് ചെയ്യുക, നോക്കുക. അതുപോലെ തന്നെ കാൽനട യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോയി, അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് ഡ്രൈവർ എങ്ങനെയായിരിക്കുമോ ആ രീതിയിലുള്ള തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും സാറ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, വാഹനം നിർത്താൻ പറയുന്നത്. ചിലപ്പോൾ ജംഗ്ഷനിലായിരിക്കാം, ചിലപ്പോൾ വളവിലായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ വാഹനം നിർത്തരുത്. ചിലപ്പോൾ കയറ്റത്തിൽ വാഹനം നിർത്താൻ പറയും. ആ ടൈമിൽ കൃത്യമായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക. അതുപോലെ തന്നെ ഹാൻഡ് സിഗ്നൽ സ്ലോ ഡൗണും സ്റ്റോപ്പും ഒക്കെ കാണിച്ച് മിററൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് എന്ത് ചെയ്യുക, വാഹനം സ്ലോ ചെയ്ത് വാഹനം നിർത്തുക. ഓക്കെ, ഇപ്പോൾ വാഹനം നിർത്തുന്ന കാര്യം നിങ്ങൾ കാണിച്ചു തരാം. കയറ്റത്തിൽ നിർത്തുന്നതും മറ്റുമൊക്കെ, കയറ്റത്തിൽ വാഹനം നിർത്തുന്നതും എടുക്കുന്നതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൂടെ ഒന്ന് പോയിട്ട് നമ്മൾ വാഹനം നിർത്തിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു വളവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വാഹനം നിർത്താത്തത്. ടെസ്റ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ വളവ് എത്തുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്ന അടുത്തിരിക്കുന്ന ഓഫീസർ പറയുന്ന വാഹനം നിർത്താൻ. നമ്മൾ വളവിൽ കൊണ്ടുവച്ച് ഒരു കാരണവശാലും വാഹനം നിർത്തരുത്. അതുപോലെ തന്നെ ജംഗ്ഷനുകളിൽ നിർത്തരുത്. ഇപ്പോൾ വേറെ റോഡൊക്കെ വരികയാണ്, ഇപ്പോൾ T മോഡൽ റോഡൊക്കെ ഇല്ലേ, ഇപ്പോൾ ചെറിയ ഇട റോഡുകളൊക്കെ വരുന്നിടത്തൊന്നും കൊണ്ട് എന്ത് ചെയ്യരുത്, വാഹനം നിർത്താൻ നിൽക്കരുത്. വളരെ സേഫായ സ്ഥലത്ത് എന്ത് ചെയ്യുക, വാഹനം നിർത്തുക. നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെയെന്നുള്ളത് അദ്ദേഹത്തിന് വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഹോണ് കൃത്യമായിട്ട് അടിക്കുക കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും വാഹനങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ പോകുമ്പോഴൊക്കെ കൃത്യമായിട്ട് ഹോൺ അടിച്ച് തന്നെ എന്ത് ചെയ്യുക, വാഹനം നിർത്തുക. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെയാണെങ്കിൽ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ തിരക്കില്ല, അത്യാവശ്യം നിരപ്പായ റോഡാണ്, നേരെയുള്ള റോഡാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സുഖമായിട്ട് വാഹനം നിർത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ 4ാമത്തെ ഗിയറിലൊക്കെയാണ് വരുന്നത്, എന്ത് ചെയ്യുക, വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ച് വരിക. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഒരു 2nd ഗിയറിലാണ് പോകുന്നത് കേട്ടോ, പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. ഓക്കെ, വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററാണ്. ഇടത് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക. ഓക്കെ, ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ട് ഇടുക. അതുപോലെ തന്നെ നമ്മൾ കാണിക്കേണ്ട ഹാൻഡ് സിഗ്നലുകൾ സ്ലോ ഡൗണും സ്റ്റോപ്പും ആണ്. ഈ സ്ലോ ഡൗൺ കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മിറർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, സ്ലോ ഡൗൺ കാണിച്ചു, വേറെ അപകടമൊന്നും ഇല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് കൂടെ കാണിക്കുക. പതിയെ എന്ത് ചെയ്യുക, വാഹനം ഓഫാകാതെ തന്നെ എന്ത് ചെയ്യുക, നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം ചവിട്ടേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ബ്രേക്കാണ്, രണ്ടാമതാണ് ക്ലച്ച് ചവിട്ടുന്നത്. ബ്രേക്ക് കുത്തിപ്പിടിച്ച് ചവിട്ടി നിർത്തരുത്, എങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വാഹനം ഓഫായി പോകും. അപ്പോൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് വണ്ടി കുറേ കൂടെ ഒന്ന് നല്ല സ്പീഡ് കുറച്ച് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ക്ലച്ച് കൂടെ ചവിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വാഹനം നിർത്തേണ്ടത്. ശേഷം എന്ത് ചെയ്യുക, ന്യൂട്രലാക്കി ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടു. ഹാൻഡ് ബ്രേക്ക് അറിയാലോ, ഒറ്റ വലിയാണ്. നമ്മൾ ഇളക്കുന്ന ടൈമിൽ ഈ ബട്ടൺസ് പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, പ്രസ് ചെയ്യരുത്, ഒറ്റ വലിയാണ്. എങ്കിലും അതിനകത്തുള്ള ഗ്രിപ്പ് കറക്റ്റായി വീഴത്തുള്ളൂ കേട്ടോ. ഒറ്റ വലിയാണ്. ശേഷം എന്ത് ചെയ്യുക, വാഹനം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ബ്രേക്കിൽ നിന്നും ക്ലച്ചിൽ നിന്നും കാലെടുക്കുക. അതുവരെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തു. ഇനിയേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ബ്രേക്കിൽ നിന്നും ക്ലച്ചിൽ നിന്നും കാലെടുക്കുള്ളൂ. ശേഷം നമ്മുടെ സീറ്റ് ബെൽറ്റ് നമ്മൾ റിലീസ് ചെയ്തു. ഓക്കെ, ഇനി ഈ സീറ്റ് ബെൽറ്റൊക്കെ റിലീസ് ചെയ്തിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ ടെസ്റ്റ് പാസ്സാവുന്ന ആ ഒരു സന്തോഷത്തിലൊക്കെ ആയിരിക്കും, ഒന്നും ശ്രദ്ധിക്കാതെ വളരെ പെട്ടെന്ന് വളരെ അലസമായ രീതിയിൽ എന്ത് ചെയ്യുക, ഡോറ് തുറന്ന് ഇറങ്ങുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡോറ് തുറന്ന് ഇറങ്ങുന്നതിന് പോലും ചില രീതികളുണ്ട്. ഓക്കെ, അതനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ. കാരണം ഒരു കാരണവശാലും നിങ്ങൾ പുറകോട്ടൊന്നും നോക്കാതെ ഡോറ് തുറന്ന് ഇറങ്ങരുത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡോറ് തുറക്കുമ്പോൾ പലരും ഉപയോഗിക്കുന്നത് ഈ വലത് കൈ ഉപയോഗിച്ചത് ഇങ്ങനെയായിരിക്കും തുറക്കുന്നത്. അല്ല, നമ്മൾ ഇടത് കൈയാണ് ഉപയോഗിക്കുക കേട്ടോ. ഇതുപോലെ തിരിഞ്ഞു നോക്കി നമ്മുടെ ഇടത് കൈ ഉപയോഗിച്ചാണ് നമ്മൾ ഡോർ എന്ത് ചെയ്യുന്നത്, തുറക്കുന്നത്. ഓക്കെ, കൃത്യമായി നോക്കുക, പുറകിൽ നിന്നുള്ള വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക.
ഒന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുക. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോഴേ നമ്മുടെ ടെസ്റ്റ് പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വളരെ എളുപ്പമാണ്. നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.